ഹലോ ഫ്രണ്ട്സ്, എഡ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജ്കിരൺ. LBSന്റെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ അറിയിക്കാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട LBSന്റെ ഒരു അപ്ഡേഷൻ പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ LBSന്റെ ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഒഫീഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ധാരാളം സ്റ്റുഡൻസ് ചോദിച്ചതാണ് LBSന്റെ ഇൻഡെക്സ് മാർക്ക് എന്നാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഇന്ന്, അതായത് 18th ജൂലൈക്ക് ഇന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടി അത് അവൈലബിൾ ആയിരിക്കും. ധാരാളം സ്റ്റുഡൻസ് ചോദിച്ചതാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെല്ലാം ധാരാളം സ്റ്റുഡൻസ് ചോദിച്ചൊരു അപ്ഡേഷനാണത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ LBSന്റെ എല്ലാവിധ അപ്ഡേഷനും നമ്മൾ പ്രോപ്പറായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഗ്രൂപ്പിന്റെ ലിങ്ക്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് LBSലെ നമുക്ക് വെബ്സൈറ്റിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഇൻഡെക്സ് മാർക്ക് നോക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ LBSന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള lbscenter.in നമ്മൾ പോകുന്നത്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വൺസ് ലോഗിനിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ അപ്ലിക്കേഷൻ നമ്പർ ആഡ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഈ അപ്ലിക്കേഷൻ നമ്പറിൽ നിങ്ങളുടെ LBS രജിസ്റ്റർ ചെയ്ത സമയത്ത് അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും. അപ്ലിക്കേഷൻ നമ്പർ അടിച്ച് വെരിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ കൊടുക്കുക. നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ പാസ്വേഡോ നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും ഈ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വൺസ് അപ്ലിക്കേഷൻ നമ്പർ അടിച്ച് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മളത് നേരെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വൺസ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് അപ്ലിക്കേഷൻ, അതുപോലെ തന്നെ കോഴ്സ്, അക്സെപ്റ്റഡ് ഡാറ്റ, ഇൻഡെക്സ് മാർക്ക്. അപ്പോൾ ഈ ഇൻഡെക്സ് മാർക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ നോർമലൈസ്ഡ് മാർക്ക് അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്ക് എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഇൻഡെക്സ് മാർക്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ നേഴ്സിംഗ്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സിനായിട്ടുള്ള ഒരു ഇൻഡെക്സ് മാർക്കും, അതുപോലെ തന്നെ 2 റാങ്ക് ലിസ്റ്റ് ആണ് വരുന്നത്. അതിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് 1 നേഴ്സിംഗ്, MLT, ഫിസിയോതെറാപ്പി എന്നീ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സും, റാങ്ക് ലിസ്റ്റ് 2 BASLP, ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിക്കുള്ള ഒരു ഇൻഡെക്സ് മാർക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 288.33 ആണ് ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. രണ്ടിലും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും നിങ്ങളുടെ മിസ്റ്റേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ LBS കൊടുത്തിട്ടുണ്ട്. നിലവിൽ അത് ഇൻഡെക്സ് മാർക്കിന്റെ ഇതിൽ തന്നെ നോക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നോക്കിയോ, അതുപോലെ തന്നെ എത്രയാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്നുള്ളതെന്ന് കമന്റ് ചെയ്യുക. ഇതിൽ നോർമലൈസ്ഡ് മാർക്കും അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കും ഉണ്ട്. അപ്പം നിങ്ങൾ എൻട്രി ചെയ്തിട്ടുള്ള നോർമലൈസ്ഡ് മാർക്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് 20/7/2024 5 മണി വരെ LBS ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ LBSന്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ട് അവർ ഒരു മെയിൽ ID തന്നിട്ടുണ്ട്. ആ മെയിൽ ID ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലൈന്റ് റൈസ് ചെയ്യാവുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ നോക്കി വെരിഫൈ ചെയ്ത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് അത് കറക്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ 8-ാം തീയതി വരേണ്ട പ്രൊഫഷണൽ ഇൻഡെക്സ് മാർക്കും റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഇന്ന് 18-ാം തീയതി, ജൂലൈ 18-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് LBSന്റെ റാങ്ക് ലിസ്റ്റ്, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റും വരാനുള്ള പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ പ്രതീക്ഷ പ്രകാരം ശനിയാഴ്ചയ്ക്കുള്ളിൽ വരുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഉറപ്പ് പറയാൻ പറ്റത്തില്ല, LBSന്റെ കാര്യമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേഷൻസ് അറിയാനായിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിന് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഇൻഡെക്സ് മാർക്ക് കാര്യങ്ങളെല്ലാം നോക്കുക. അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളതും കൂടെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം.